നന്നായതിന്റെ കൈയടിയാണോ? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കയറി വരുന്ന ഇത് തീരുമാനിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് ചാടി കയറി പാട്ട് പാടിക്കണം. അതെ അതെ അതെ. ഇത് എല്ലാവരുടെ ജീവിതത്തിലും മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പാട്ട് പാടി അതാണ്. പക്ഷെ ഇത് പാടിയിട്ടില്ലല്ലോ. ഇത് നമ്മളൊന്നും പങ്കെടുത്തിട്ടില്ല മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് പ്രതീക്ഷിച്ചില്ല. അതെ. ഇനി എന്റെ അല്ല, ധ്യാൻ പാട്ട് പാടുന്ന അറിയാം. അതെ. അല്ല, അനുഭവം പറയണം. അനുഭവം പറയാനുള്ള ഒരു ഫുൾ പരിപാടി വേണ്ടി വരും. അനുഭവം എനിക്ക് ലാലേട്ടന്റെ ഓർമ്മ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അച്ഛനും ഒരുമിച്ചുള്ള ലാലേട്ടന്റെ സിനിമകളിലെ ഒരുപാടുണ്ടല്ലോ. അത് നമുക്ക് എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു പാട്ടായിരിക്കണം. അതെ. അതില് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും കൂടെ പറിച്ചു നട്ടു ചെന്നൈയിലേക്ക്, മദ്രാസിലേക്ക്. ദുബായ് എന്ന് പറഞ്ഞിട്ടാണ്. ദുബായ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പിടികിട്ടി കാണുമല്ലോ. ഇതേപോലെ വർഷങ്ങൾക്ക് മുന്നേ അവരൊരുമിച്ച് ചെയ്ത നാടോടിക്കാറ്റിലെ ഒരുപാട് സ്വപ്നങ്ങളുമായി അങ്ങ് കരകാണ കടലല മേലെ നാടോടിക്കാറ്റിലെ ആ പാട്ടിന്റെ നേരത്തെ പറഞ്ഞ ഒരു 8 വരി അത് പിടിക്കാം. ഒന്ന് നോക്കാം. അടിപൊളി. ഇതെവിടെ തുടങ്ങണം? കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ അറവിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്മിളി വന്നേ കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ അറവിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്മിളി വന്നേ ഇളം തെന്നലീനം പാടിവാ
എന്താണ് ഭയങ്കര പാട്ടാണല്ലോ. അതിനുള്ള കുറിച്ചാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ലാലേട്ടനോട് ഞാൻ അതൊക്കെ കേട്ടു. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കേൾക്കുന്നത് ഇതുപോലൊരു മൊമെന്റ് വരുമ്പോൾ ഇതൊക്കെ ഷെയർ ചെയ്യണമെന്നായിരുന്നു എന്റെ പേഴ്സണൽ ആഗ്രഹം. പറഞ്ഞത് നുണയായിരുന്നു സത്യം. അതല്ല, ലാലേട്ടനോട് നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണൽ ഒരു ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്റെ നിങ്ങളുടെ ഈ പാട്ടൊക്കെ പാടിയ ഞാൻ എങ്ങനെ വരാതിരിക്കും? അതാണ് ചാവടി പോകുന്നു. ഇഷ്ടമാണ്. എന്താണ് ഒരു ആഗ്രഹം വേറൊന്നുമല്ല. ഞങ്ങൾ എന്താണ് യുവാക്കൾ, പ്രത്യേകിച്ച് ആണുങ്ങൾ, നിങ്ങൾ ഓക്കെ അത് കറക്റ്റ് ആണെങ്കിൽ കൈയടിച്ചാൽ മതി. നമ്മളൊരു ട്രെയിനിൽ കയറുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, 2 എണ്ണം വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സിനിമയുണ്ട്, ഒരു പാട്ടുണ്ട്. പക്ഷെ അത് പാടണമെങ്കിൽ എനിക്കൊരു ഉമ്മ ഇതാദ്യത്തെ നമുക്കൊക്കെ ഉമ്മ കൊടുത്തു. അത് ശരിയാണ്. ഞാനൊരു കാര്യം ചോദിക്കണം. അതിനകത്ത് മമ്മൂക്കയ്ക്ക് ലാലേട്ടൻ ഉമ്മ കൊടുത്ത ഒരു സീക്വൻസ് ഉണ്ട്. എന്റെ ഒരുപാടത്തെ കാലത്ത് ആഗ്രഹമാണ്. അതുപോലെ ഒരു ഉമ്മ എനിക്ക് തരുമോ ലാലേട്ടൻ? എനിക്ക് തന്നോളൂ. അത്രയും ഒരു